നമസ്കാരം. ജീവിതത്തിൽ പല തീരുമാനങ്ങൾ നാം എടുക്കാറുണ്ട്. ചില തീരുമാനങ്ങളെല്ലാം വിജയിക്കുകയും ചില തീരുമാനങ്ങളെല്ലാം പരാജയപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട്. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ തീരുമാനങ്ങളെ നാം എടുക്കേണ്ടതെന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു പുസ്തകമാണ് ആർട്ട് ഓഫ് ലോജിക് ബൈ യൂജിനിയ ചെങ് എന്ന് പറയുന്ന ആളെഴുതിയ പുസ്തകം. അവർ ആ പുസ്തകത്തിൽ വളരെ ശാസ്ത്രീയമായി വിവരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലോജിക്കിനെ എങ്ങനെ അപ്ലൈ ചെയ്യണം. മാത്തമാറ്റിക്കൽ ട്രൂത്ത് ലോജിക് വഴിയും സയൻറ്റിഫിക് ട്രൂത്ത് എവിഡൻസ് വഴിയും നാം മനസ്സിലാക്കുകയും വിവരിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ സയൻറ്റിഫിക് എവിഡൻസ്, ഇപ്പോൾ ഫോസിലുകളെ കുറിച്ചെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ സയൻറ്റിഫിക് ട്രൂത്ത്, മനുഷ്യൻ ഇത്ര കാലഘട്ടം മുമ്പ് ജീവിച്ചു എന്നെല്ലാം പറയുമ്പോൾ അതിന് എവിഡൻസ് ആണ് ഈ ഫോസിൽസ് അല്ലെങ്കിൽ ദിനോസറുകൾ, അതുമായി ബന്ധപ്പെട്ടതല്ല. അതുപോലെ മാത്തമാറ്റിക്കൽ ട്രൂത്ത്സ് പലപ്പോഴും നാം ലോജിക്ക് വെച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നത് ലോജിക്കിൻ്റെ പവർ എന്താണ്, ഏത് സമയത്താണ് ലോജിക്ക് ഉപയോഗിക്കേണ്ടത്, ലോജിക്ക് ഉപയോഗിച്ചെങ്ങനെ നല്ല തീരുമാനം എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ തെറ്റായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കും. പക്ഷെ എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്? ഇപ്പോൾ വിജയിക്കണമെങ്കിൽ പല ആളുകൾ ലോജിക്കലി പറയുന്നത് എന്താണ്, രാവിലെ എഴുന്നേൽക്കുക, മോർണിംഗ് റൂട്ടീൻസ് ചെയ്യുക, നന്നായി അധ്വാനിക്കുക, അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രേഡ് കിട്ടുക, നല്ല ജോലി കിട്ടുക, നല്ല ജീവിതം ഉണ്ടാക്കുക. ഒരു ലോജിക്കൽ സീക്വൻസിലൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് അബ്സ്ട്രാക്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തീരുമാനം എടുക്കാനായിട്ട് നാം ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ കുറേയധികം കാര്യങ്ങൾ വരും, കുറേയധികം തോട്ട്സ് വരും. ഇത് ആദ്യം പറയുന്നത് അബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ളതിനെ അതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റുക. പലപ്പോഴും നാം തീരുമാനമെടുക്കുമ്പോൾ കുറേ വയേർഡായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ അല്ലെങ്കിൽ ബ്രെയിനിൽ ഫോം ചെയ്യാനുള്ളത്. കുറേയധികം തോട്ട്സ്, കുറേയധികം ചിന്തകൾ, കുറേയധികം ഫാക്ട്സ് എല്ലാം ഒരു വയേർഡായി ക്ലട്ടേഡായി കിടക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ളതിനെ നമുക്ക് ലോജിക്കലി റിമൂവ് ചെയ്തുകൊണ്ട് അബ്സ്ട്രാക്ടൈസേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകം വളരെ കൃത്യമായി പറയുക, ലോജിക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആർഗ്യുമെൻറ്റുകളിലേക്ക് പോകാതെ, അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷൻസ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തീരുമാനങ്ങൾ ഇമോഷണൽ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആർഗ്യുമെൻറ്റ്സ് പോലെയുള്ള ഈഗോ പോലെയുള്ള കാര്യങ്ങളിലൂടെ തീരുമാനം എടുക്കാതിരിക്കാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ആളുകളുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം അത് ശരിയായേ തീരുകയുള്ളൂ, അതുകൊണ്ട് തെറ്റാണെന്ന് തോന്നിയാൽ തന്നെയും അത് ശരിയാണെന്ന് സ്ഥാപിക്കാനായി മനഃപൂർവ്വം ശ്രമിക്കുന്ന ആർഗ്യുമെൻ്റ് ഈഗോ. അപ്പോൾ ഇമോഷൻസിൻ്റെ ബേസിൽ തീരുമാനം എടുക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇമോഷൻസ് പ്ലസ് ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കണം. ഇതാണ് ആർട്ട് ഓഫ് ലോജിക് എന്ന് പറയുന്നത്. ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ഫാക്ട്സ് ഉപയോഗിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ലോഞ്ചിറ്റ്യൂഡിനൽ ഡേറ്റയോ അതല്ലെങ്കിൽ കുറേ ആളുകൾ സംഭവിച്ച കാര്യങ്ങളെ മനസ്സിലാക്കുകയും ആളുകളോട് ചോദിക്കുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് തീരുമാനിക്കുവാൻ സാധിക്കും. ഒരിക്കലും അസംഷൻസിലൂടെ നാം തീരുമാനമെടുക്കാതിരിക്കുക. ചിലപ്പോൾ ഒരാൾ നമ്മോട് ദേഷ്യപ്പെട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ പണം ചോദിച്ചെന്ന് വിചാരിക്കുക, ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അസംഷൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. പല ആളുകളുണ്ട് ബിസിനസ് തുടങ്ങും, ഒരു അസംഷനിലാണ്, അത് വിജയിക്കുമായിരിക്കും. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ കടകളൊക്കെ ഉണ്ട്, കുറേ പൈസയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയേക്കാൻ വിജയിക്കും. അസംഷൻസിലൂടെ ഒരിക്കലും തീരുമാനം എടുക്കാതിരിക്കുക. അവിടെയും ഫാക്ട്സ്, ലോജിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. ഇനി സ്കെപ്റ്റിസിസത്തെ കുറിച്ച് പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ സംശയം. അപ്പോൾ ഇവർ പറയുന്നത് സംശയം എന്ന് പറയുന്നത് വേണം, പക്ഷേ ഓവർ സംശയം ഉണ്ടാകാൻ പാടില്ല, ഒരു സംശയവും ഇല്ലാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സ്ലൈറ്റ് സ്കെപ്റ്റിസിസം, സംശയം ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി ചില സമയത്ത് നമ്മൾ ലോജിക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഇമോഷണൽ എടുക്കാം. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണം, അത് പ്രത്യേകിച്ച് ലോജിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം വാങ്ങണം, ആ സമയത്ത് നമുക്ക് തീർച്ചയായും വലിയ രീതിയിൽ ലോജിക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയ ഡിസിഷൻസ് എടുക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു തോട്ട് വേണമെന്നാണ് യൂജിനിയ ചെങ് പറയുന്നത്. അപ്പോൾ പുസ്തകം നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിന്തകൾ, നല്ല തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒറ്റ തീരുമാനമായിരിക്കാം ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം നയിക്കുന്നത്. ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം, ഒരു ബിസിനസ് ആയിരിക്കാം, ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഒരു ബന്ധമായിരിക്കാം. ഇങ്ങനെ ഒരു ഡിസിഷൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചിലപ്പോൾ ജീവിതം ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ക്ലാരിഫൈ യുവർ ബിലീഫ്സ്.
പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒക്കെ കാരണം നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്. നമ്മുടെ ജനിച്ചു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൂട്ടുകാർ, ഇപ്പം ഇങ്ങനെയുള്ള പല ബിലീഫ് സിസ്റ്റംസും ചില മതങ്ങൾ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില സമൂഹങ്ങളിലൊക്കെയും ചില രീതിയിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. അത് ശരിയാ തെറ്റാണെന്നുള്ളത് നാം തീർച്ചയായും മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ആ ബിലീഫ് സിസ്റ്റം നാം ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുക. എൻ്റെ ബിലീഫ് സിസ്റ്റം യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ളതാണോ, സയൻറ്റിഫിക് ആയിട്ടുള്ളതാണോ? തെറ്റായ ബിലീഫ് സിസ്റ്റം ആണെങ്കിൽ അത് മാറ്റേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവർ പറയുന്ന കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ തീരുമാനങ്ങളും ഒന്നെങ്കിൽ യെസ് ഒന്നെങ്കിൽ നോ എന്നാകണമെന്നില്ല. ചിലപ്പോൾ മേ ബി എന്നായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ളതായിരിക്കും, അങ്ങനെ അല്ല എന്നുള്ളതായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഇത് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ള അസംഷനിലൂടെ ഇൻറ്റ്യൂഷനിലൂടെ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഒരു ശാസ്ത്രീയമായ ഒരു ആവശ്യം വളരെ ആവശ്യമാണെന്ന് ഇത് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. പലപ്പോഴും തീരുമാനങ്ങൾ തെറ്റായി പോകാനുള്ള കാരണം ബിലീഫ് സിസ്റ്റമാണെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും പുസ്തകം വായിക്കുന്ന നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കണം. അതിലൂടെയാണ് വിജയിക്കാൻ സാധിക്കുന്നത്. സാധിക്കട്ടെ.